കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതേ സെയിം മെത്തേഡ് തന്നെ ആൽക്കഹോൾ ഉപയോഗിച്ചാൽ മതി. ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് ആൽക്കഹോൾ ഉപയോഗിക്കാം. 1 കപ്പ് ബ്ലാക്ക് കറൻറ്റ്സ്, 1 കപ്പ് റൈസിൻസ്, 1 കപ്പ് ആപ്രിക്കോട്ട്സ്, 1 കപ്പ് ഡേറ്റ്സ്, ഫിഗ് 1 കപ്പ്, 1 കപ്പ് കാൻഡിഡ് മാംഗോവും പൈനാപ്പിളും, പ്രൂൺസ് 1 കപ്പ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ്: സിനമൺ, നട്ട്മഗ്, കാർഡമൺ, ക്ലോവ്സ്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിച്ചെടുക്കുക. 1 കപ്പ് ഗ്രേപ്പ് ജ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോളായിട്ട് വൈനോ റമ്മോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക്. ഇനി നമ്മൾ ഇതുപോലെ നല്ല ക്ലീനായിട്ടൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓരോന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുള്ള പൈനാപ്പിളും മാംഗോവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആപ്രിക്കോട്ട്, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. റൈസിൻസ്, പിന്നെ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യാം. ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യുന്നില്ല. ഫിഗ്, ബ്ലാക്ക് കറൻറ്റ്സ്, പ്രൂൺസ്, അതുപോലെ റെഡ് കറൻറ്റ്സും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള സ്പൈസസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മുതൽ 1.5 ടീസ്പൂൺ വരെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അര കപ്പ് മുതൽ 1 കപ്പ് വരെ ഗ്രേപ്പ് ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. മിനിമം 2 ദിവസമെങ്കിലും നമ്മളതിങ്ങനെ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പ്ലം കേക്കിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഗ്രേപ്പ് ജ്യൂസിന് പകരം വൈനോ അല്ലെങ്കിൽ റമ്മോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. മിനിമം 2 ദിവസമെങ്കിലും ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി നമുക്കതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്കായിട്ട് 2 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ഇതിലേക്ക് 2 മുട്ട, 1/4 കപ്പ് ബ്രൗൺ ഷുഗർ, 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇട്ടേണ്ട ആവശ്യം തന്നെയില്ല. വുഡൻ സ്പൂൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ
സ്റ്റാൻഡ് മിക്സറിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് മീറ്ററിലാണെങ്കിലും ഇതുപോലെ തന്നെ ഒരു 3 to 4 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ നട്ട്സ് ഒട്ടും തന്നെ ആഡ് ചെയ്യുന്നില്ല. നട്ട്സ് ലാസ്റ്റ് 1-2 മാത്രം വെച്ച് കൊടുക്കുന്നുള്ളൂ. നട്ട്സ് വേണ്ടവർക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യാനായിട്ട് 150 to 160 ഡിഗ്രിയിൽ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനിടുക. എന്നിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് 1 മുതൽ 1.5 മണിക്കൂർ വരെ ടൈം എടുത്തിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വി വിഷ് യു എ മേരി ക്രിസ്മസ്. പുതിയ റെസിപ്പിയും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.